സക്കാത്തും പരസ്യമാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് ആരും കാണാതെ ചെയ്യാനുള്ള ഒന്നല്ല. സക്കാത്ത് ഇസ്ലാമിന്റെ പരസ്യമായ ചിഹ്നവും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ സ്തംഭവുമാണ്. ചില തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാനാണ് ഞാൻ പറയുന്നത്. ചില ആളുകളൊക്കെ സക്കാത്തിന്റെ ആളുകളായിട്ട് ഇങ്ങനെ നടക്കും, ഞങ്ങൾ സക്കാത്തിന്റെ പ്രചാരകരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ സക്കാത്തൊന്നും കൊടുക്കണതൊന്നും ആരും അറിയരുത്, അത് വാങ്ങണതും ആരും അറിയാൻ പറ്റൂല, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. സക്കാത്ത് കൊടുക്കുക എന്നുള്ളതിന്റെ നിയമം എന്താണ്? ഫർള് ഐന സക്കാത്ത് കൊടുക്കൽ. നിശ്ചിതമായ ആ കൊക്കോ പാലിക്കപ്പെട്ട സന്ദർഭത്തിൽ പിന്നെ സക്കാത്ത് കൊടുക്കൽ എന്താണ്? ഫർള് ഐന. അപ്പൊ ഇനി സക്കാത്ത് വാങ്ങൽ മോശ, സക്കാത്ത് വാങ്ങുക എന്നുള്ളത് ഫർള് കിഫയാണ്. അതാണ് അതിന്റെ. സക്കാത്ത് കൊടുക്കണവർക്ക് മാത്രമല്ല കൂലി, സക്കാത്ത് വാങ്ങുന്നവർക്കും കൂലിയുണ്ട്. ഇനി കൂടുതൽ കൂലി ആർക്കാന്നുള്ളതാണ് പിന്നെ അത് വേറെ ചർച്ചയാണ്. ഫർദ് കിഫയാണോ ഫർദ് ഐനാണോ കൂടുതൽ കൂലി ഉള്ളത് എന്നുള്ളത് വേറെ ചർച്ചയാണ്. സക്കാത്ത് കൊടുക്കൽ ഫർദ് ഐനാണെങ്കിൽ സക്കാത്ത് വാങ്ങൽ അത് ഫർദ് കിഫയാണ്. എത്രത്തോളം എന്താണ് ഫർദ് കിഫയുടെ പ്രത്യേകത? എന്താണ്? ഇപ്പൊ ഒരാൾ, നമ്മുടെ നാട്ടിലൊരാൾ മരിച്ചു, മയ്യത്തായി, അയാളെ മയ്യത്ത് പരിപാലന കർമ്മങ്ങൾ, മരണാനന്തര കർമ്മങ്ങൾ ആ നാട്ടുകാരും മരണവിവരം അറിഞ്ഞ മുഴുവൻ ആളുകളും നിർവഹിക്കൽ ഫർദ് കിഫയാണ്. എന്താ ഫർദ് കിഫ എന്ന് പറഞ്ഞാൽ? ആരും അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണെന്നല്ലേ? ഭരണാധികാരി ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന നാട്ടാണെങ്കിൽ ഇമാമ് സൈന്യത്തെ അയച്ചുകൊണ്ട് ആ നാട്ടുകാരോട് യുദ്ധം നടത്തണം എന്നാണ് ആ മയ്യത്തിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ജമാഅത്ത്, ഫർദായ ജമാഅത്ത്, ഫർദ് കിഫയായ ജമാഅത്ത് നാട്ടുകാർ ഉപേക്ഷിക്കുകയാണെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് ഫർദായ ആ ജമാഅത്ത് നിർവഹിപ്പിക്കണം എന്നാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ തൃക്കരിപ്പൂരിൽ സക്കാത്ത് കൊടുക്കാൻ ഫർദ് ഐനായ 2-3 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10, 20, 30, 40 ആളുകളുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ആരും ഇവിടെ വാങ്ങാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഫുഖറാക്കളുണ്ട്, മിസ്കിന്മാരുണ്ട്, കടം ബാധിച്ച് വലഞ്ഞു പോയവരുണ്ട്, യാത്ര വഴി മുട്ടിപ്പോയവരുണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ മുഅല്ലഫത്ത് ഖുലൂബായ ഹൃദയം ഇണക്കപ്പെടേണ്ടുന്ന ആളുകളുണ്ട്. അവർക്ക് നമ്മൾ സക്കാത്തിന്റെ ഫണ്ട് കൊടുത്തിട്ടില്ല എങ്കിൽ അവർ നിൽക്കക്കള്ളിയില്ലാതെ തിരിച്ചു പോകേണ്ടി വരും എന്ന് ആശങ്കപ്പെടുന്ന ആളുകൾക്ക് സക്കാത്ത്, അങ്ങനത്തെ ആളുകൾക്ക് ഈ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ആരും വാങ്ങാൻ തയ്യാറില്ല. ആരും ഞങ്ങൾക്ക് ഇപ്പൊ സക്കാത്തൊക്കെ ആക്കൊരു മോശം, ആക്കെ പഴയ ആൾക്കാരല്ലേ, ഇപ്പൊ നമ്മക്കപ്പൊ അതൊക്കെ ഒരു മോശമാണ് എന്ന നിലക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ തെറ്റാണത്, കുറ്റമാണ്. അത് ഫർദ് കിഫായയെ ഉപേക്ഷിക്കലാണ്. ഭരണകൂടം ഇസ്ലാമിക ഭരണാധികാരിയാണെങ്കിൽ അവരോട് യുദ്ധം നടത്തിക്കൊണ്ട് നിർബന്ധപൂർവം അവരോട് സക്കാത്ത് വാങ്ങാൻ വേണ്ടി പറയണം. അതാണ് സക്കാത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, സക്കാത്ത് അലാനിയത്ത്, സക്കാത്ത് പരസ്യമായിട്ട് കൊടുക്കുക, വാങ്ങുക. സാധാരണ നമ്മൾ പറയാറുള്ളത് സദഖയെ പറ്റി പറയുമ്പോൾ 7 കൂട്ടർക്ക് അർശിന്റെ തണല് കിട്ടും എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ. 7 കൂട്ടർക്ക്. ഒന്ന് ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ് എന്നൊക്കെ പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ. അതില് ഒരാളായിട്ട് പറയുന്നത് എന്താണ്? വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാതെ കൊടുക്കണം എന്ന് പറഞ്ഞത് സക്കാത്തിനെ പറ്റിയല്ല, അത് സദഖയെ പറ്റിയാണ്. സദഖയും സക്കാത്തും തമ്മിലുള്ള ഒരു മൗലികമായ വ്യത്യാസം എന്താണ്? സദഖ ചിലപ്പോൾ റിയാ സുംഅത്ത് പോലുള്ള പ്രസിദ്ധി, പ്രശസ്തി, ലോകമാന്യം, ആൾക്കാർ 4 ആൾ അറിഞ്ഞിട്ട് തന്നെ പ്രശംസിക്കണം എന്നുള്ള ചിന്തയ്ക്ക് ഉണ്ടായാൽ ആ ചിന്ത ഹറാമാണ്, നിഷിദ്ധമാണ്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പരസ്യമായിട്ട് സദഖ അങ്ങനെയൊന്നും വരുന്നില്ല എങ്കിൽ പരസ്യമായിട്ട് കൊടുക്കാം. പരസ്യമായിട്ട് കൊടുക്കുകയാണെങ്കിലും അതും ഖൈറു തന്നെയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാലും ചിലപ്പോൾ ചില സമയത്ത് പരസ്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പള്ളിക്ക് വേണ്ടി കൊടുത്തു, അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തു, റിലീഫായിട്ട് നമ്മൾ കൊടുത്താൽ, നമ്മളെ കണ്ടിട്ട് വേറെ ആൾക്കാർ കൊടുക്കുമെന്നാണെങ്കിൽ അപ്പോൾ അവിടെ പരസ്യമായിട്ട് സദഖ ചെയ്യലാണ് ഏറ്റവും പുണ്യമായത്. ഇങ്ങനെയുള്ള സാഹചര്യമൊന്നും ഇല്ല എങ്കിൽ സ്വകാര്യമായിട്ട് വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ പോലും അറിയാത്ത വിധം. എന്താണ് അതിന്റെ അർത്ഥം? വലത്തെ കൈ ഇങ്ങനെ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മായന? അതായത് ഒരു പാവത്തിന് കുറെ പൈസ, അയാള് ആശുപത്രിയിൽ അഡ്മിറ്റായി,
ബില്ല് വന്നു, 50,000 റുപ്യ ബില്ല് വന്നു. അങ്ങനെ ഡിസ്ചാർജ് ആയപ്പോൾ ബില്ല് 50,000 റുപ്യൻ്റെ ബില്ല് കൗണ്ടറിൽ കൊണ്ടേ കൊടുക്കുമ്പോൾ കൗണ്ടറിൽ ഇരിക്കുന്ന ആള് പറയാണ്, നിങ്ങൾക്കുള്ള 50,000 റുപ്യ ഇവിടെ വേറെ ആരോ അടച്ചുപോയി. അപ്പൊ ആരാ അടച്ചത് ആരാന്നറിയില്ല. അപ്പോ ഇത് കിട്ടിയാക്ക് അറിയില്ല ആരാണ് തന്നത്, കൊടുത്താക്ക് അറിയില്ല ആരാണ് വാങ്ങിയത്. അപ്പൊ അതാണ് വലത്തേ കൈ കൊടുക്കുന്നത് ഇടത്തേ കൈ അറിയാതിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥതാണ്. കൊടുക്കുന്നവൻ അറിയില്ല ആരാണ് വാങ്ങിയത്, വാങ്ങിയവൻ അറിയില്ല ആരാണ് തന്നത്. അത്രയും രഹസ്യമായ ഒരു സദഖ. ആ സദഖയുടെ വാഹകരായ ആളുകളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവർക്ക് സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ബിദില്ലി അർശിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു എന്ന ഹദീസിൽ പറഞ്ഞ 7 വിഭാഗത്തിൽപ്പെട്ട ആ ഒരു വിഭാഗക്കാരൻ. അതൊക്കെ സദഖയെ സംബന്ധിച്ചാണ്. അതൊന്നും സക്കാത്തിന് ബിഖിലാഫി സക്കാ. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ശർഹു ബാഫിൽ പറയാണ്, ഈ പറഞ്ഞതൊക്കെ ബിഖിലാഫി സക്കാത്തി, സക്കാത്ത് അങ്ങനെയല്ല, ഫഇദ്ഹാറുഹു അഫ്ളലു. അതുകൊണ്ട് ആ പഴയ കാലത്തൊക്കെ ആൾക്കാർ ഫിത്ർ സക്കാത്തൊക്കെ പരസ്യമായിട്ടാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പം അത് പറഞ്ഞ് ഞാൻ അതിനെ വേറെ രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് പോകാം. അതേപോലെ തന്നെ ഇന്ന് വ്യാപകമായി സക്കാത്ത്, നമ്മൾ സക്കാത്തിന്റെ ക്യാമ്പയിനുകളും ക്ലാസ്സുകളും ഒക്കെ നടത്തുമ്പോൾ തന്നെ സക്കാത്തിനെ കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകളും ജനങ്ങളിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ധാരണയാണ് സക്കാത്ത് മാത്രമാണ് ഇസ്ലാമില് ബാധ്യത എന്നുള്ളൊരു ചിന്ത. സക്കാത്ത് 2.5%, നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ 20%, പിന്നെ ഇതിന്റെ തൊട്ടു താഴെ 10%, പിന്നെ 5%, പിന്നെ 2.5%. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ പണത്തിന്റെ സക്കാത്താണ് വ്യാപകമായിട്ട് നമ്മുടെ ഇടയിലുള്ളത്. ബാക്കിയുള്ള സക്കാത്തുകൾക്ക് ഒന്നും ഇപ്പോൾ അതിന്റെ ആ 8 കൂട്ടത്തിൽ ഇല്ല എന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. അപ്പൊ 2.5% സക്കാത്തും കൊടുത്തു, ബാക്കി 97.5% പിന്നെ ആർക്കാണ്? തരിക്കും, താൻ കെട്ടിയോൾക്കും തന്റെ കുട്ടികൾക്കും എന്നോ? വിശുദ്ധ ഖുർആൻ 2ാമത്തെ സൂറത്താണല്ലോ സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയിൽ തുടക്കത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന്. നാം അവർക്ക് നൽകിയ ധനത്തിൽ നിന്ന് ചെലവ് ചെയ്യുന്നവർ. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയതൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ രഹസ്യമായും പരസ്യമായും സമ്പത്ത് ചെലവഴിക്കുന്നയാളുകൾ. ആ ചെലവിൽ എന്തെല്ലാം ചെലവ് പെട്ടു? സക്കാത്തിനെ പറ്റിയല്ല പറയുന്നത്. സക്കാത്താണ് രാത്രിയും പകലും ഇങ്ങനെ നിരന്തരം കൊടുക്കേണ്ട സംഗതിയല്ലല്ലോ. കൊല്ലത്തിൽ ഒരിക്കലാണ് 2% എന്ന് പറയുന്നത്. പിന്നെ അടുത്ത കൊല്ലം അതിന്റെ നിബന്ധനകൾ മേളിച്ചാൽ മാത്രം. പക്ഷെ ഒരു നിബന്ധനകളൊന്നുമില്ലാതെ, നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ഇങ്ങനെയാണ് ഒരുപാട് കോ ഉണ്ടായതുകൊണ്ട് ആ പൂവങ്കോഴിന്റെ കൊക്കോ എത്ര കോണ്ടെന്ന് അത് എണ്ണി തിട്ടപ്പെടുത്തിയില്ല. കൊക്കോ എണ്ണേറ്റുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഒരു കോ ഒന്നുമില്ലാതെ, ഒരു നിബന്ധനയുമില്ലാതെ ഇസ്ലാം നിർബന്ധമാക്കിയ വേറെ സംഭവമുണ്ട്. അതിന്റെ പേരാണ് റിലീഫ്. റിലീഫും സക്കാത്തും ഒന്നല്ല. നമ്മൾ റമദാൻ മാസത്തിൽ റിലീഫ് കൊടുക്കും, കിറ്റ് കൊടുക്കും. ഈ കിറ്റിന്റെ ഒക്കെ കിറ്റ് റിലീഫൊക്കെ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് സർക്കാരാണ്, ഗവൺമെന്റാണ്. ഏത് ഗവൺമെന്റ് ആവട്ടെ, കേന്ദ്രമാവട്ടെ സംസ്ഥാനമാവട്ടെ, അടിസ്ഥാനപരമായിട്ട് ജനങ്ങളെ ഈ കിറ്റ് കൊണ്ടും റിലീഫ് കൊണ്ടൊക്കെ സഹായിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും അതിനാണ് സർക്കാർ, അതിനാണ് ഗവൺമെന്റ്, അതിനാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രകാരം ഇമാമ് എന്ന് പറയുന്നത്. പക്ഷേ സർക്കാർ കൊണ്ട് അത് തികയുന്നില്ല എങ്കിലോ? എന്നാൽ നാട്ടിലെ ധനാഢ്യരായ മുസ്ലിങ്ങൾ, അതാ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിച്ചിലാവാനൊന്നും പറ്റില്ല, രക്ഷപ്പെടാൻ കഴിയില്ല. മയാസീറുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ വിഭാഗം, മുസ്ലിമീങ്ങളിൽ സമ്പന്നരായ ആളുകൾ, APL BPL എന്നൊക്കെ പറയുന്നതായ ആ വർഗീകരണം ഇസ്ലാമിലും ഉണ്ട്. ഇസ്ലാമിൽ മുസ്ലിമീങ്ങളെ സമ്പന്നരും സമ്പന്നരല്ലാത്തവരും ആരാണ്? ഒരു കൊല്ലം ശരിക്കും അതിന്റെ നിർവചനം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇമാമുമാർ നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിൽ വളരെ ശ്രദ്ധേയമായി കൊണ്ട് തന്നെ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? ഒരു കൊല്ലം ഒരു മനുഷ്യന്
ആവശ്യമായ, കണ്ടോ ഇതിൽ പറയാണ്, വഹും മൻ ഇൻദഹു സിയാദത്തുൻ അലാ കിഫായത്തി സനത്തിൻ ലഹും വലിമമൂനിഹിം. തനിക്കും തൻ്റെ ആശ്രിതർക്കുമുള്ള ഒരു കൊല്ലത്തെ ചെലവ് കഴിച്ച് വരവുള്ളവൻ, ഒരു കൊല്ലത്തെ വരുമാനവും ഒരു കൊല്ലത്തെ തൻ്റെയും ആശ്രിതരുടെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മറ്റു അവശ്യ ചെലവുകൾ. നേരത്തെ പറഞ്ഞ മാതിരി ബിസിനസ് ആവശ്യാർത്ഥം ലോൺ എടുക്കാനൊക്കെ ഉള്ള ചെലവ് എന്നല്ല, തൻ്റെ ജീവിതാവശ്യങ്ങൾക്കുള്ള തൻ്റെയും ആശ്രിതരുടെയും അവശ്യ ചെലവുകൾ, വിദ്യാഭ്യാസം, ചികിത്സ പോലുള്ള ചെലവുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ചെലവുകൾ, ഒരു കൊല്ലത്തെ ചെലവ് കഴിച്ച് വരുമാനത്തിൽ മിച്ചമുള്ളവരെല്ലാം ഇസ്ലാമിൽ APL ആണ്, അല്ലാത്തൊരു BPL ആണ്. ഇത് റേഷൻ കാർഡല്ല പറയുന്നത്, ഫിഖ്ഹാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവരുടെ മേൽ, അത് നേരത്തെ പറഞ്ഞ മാതിരി 8 കൂട്ടം വസ്തുക്കളിലും കച്ചവട ചരക്കിലും നാണയത്തിലും എന്നുള്ളത് മാത്രമല്ല, അത് റബ്ബർ തോട്ടമാവട്ടെ, അല്ലെങ്കിൽ ബിൽഡിംഗ് ആവട്ടെ, വാടകയാവട്ടെ, മറ്റു ഓൺലൈൻ ബിസിനസ് ആവട്ടെ, ഏത് നിലക്കാണോ ഇവന് വരുമാനം, ഹലാലായ വരുമാനം ലഭിക്കുന്നതെങ്കിൽ അവരൊക്കെ അതിൽപ്പെട്ടു. അവരുടെ ബാധ്യത എന്താണ്? ഒരു നാട്ടിൽ, ഒരു മഹല്ലിൽ, ഒരു ബലദിൽ ഉണ്ണാനും ഉടുക്കുവാനും ഇല്ലാത്തവർ, അങ്ങനത്തെ ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുക എന്ന റിലീഫ് പ്രവർത്തനം ഫർദ്. നേരത്തെ സക്കാത്ത് ഫർദ് ഐനാണ്, പക്ഷേ ഇത് ഫർദ് കിഫയ. ആ നാട്ടില് 10 ഇതുപോലത്തെ APL വിഭാഗത്തിൽപ്പെട്ട മയാസിറുൽ മുസ്ലിമീൻ എന്നറിയപ്പെടുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഈ 10 ആളുകളുടെ മേലും ഫർദ് കിഫയ. ഏതെങ്കിലും ഒരാൾ അത് ഏറ്റെടുക്കണം. തന്റെ അടുക്കൽ സഹായത്തിൽ തന്റെ വീട്ടുപടിക്കൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തരാൻ എനിക്ക് കഴിയൂല, അപ്പുറത്തെ മുതലാളിന്റെ അടുത്തേക്ക് പൊയ്ക്കോ എന്ന് പറയാൻ പാടില്ല എന്നാണ്. അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഇത് സക്കാത്തിനെ പറ്റിയല്ല ഈ പറയുന്നത്, ഇത് റിലീഫാണ്, ആശ്വാസ പ്രവർത്തനം. ഡോക്ടർ ഫീസ് കൊടുക്കാൻ കഴിയാത്തവർ, മരുന്നിന് പണമില്ലാത്തവർ, അങ്ങനെയുള്ള ആളുകൾ, ഇത് സക്കാത്ത് ഫണ്ടിൽ നിന്നും സർക്കാരിന്റെ സഹായത്തിൽ നിന്നും കാര്യങ്ങൾ നടക്കാതെ പോവുകയാണെങ്കിൽ, സർക്കാർ സ്വരൂപിച്ച സക്കാത്ത് ഫണ്ടിൽ നിന്നും മറ്റു സർക്കാരിന്റെ സഹായ ഫണ്ടിൽ നിന്നും ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും നാട്ടിലുള്ള പ്രശ്നങ്ങൾ തീരുന്നില്ല എങ്കിൽ, നാട്ടിലുള്ള മുതലാളിമാരെന്ന് നേരത്തെ നിർവചിക്കപ്പെട്ട ആ വിഭാഗത്തിന്റെ നിർബന്ധമായ സാമൂഹികമായ നിർബന്ധ ബാധ്യതയാണ് റിലീഫ് എന്ന് പറയുന്നത്. അങ്ങനെ ബാധ്യതയും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് റമദാൻ മാസമൊക്കെ വരുമ്പോൾ മഹല്ല് കമ്മിറ്റിക്കാരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുകയും നാട്ടിൽ പല സന്നദ്ധ സംഘടനകളും പ്രവാസി കൂട്ടായ്മയും ഒക്കെ ഇവിടെ റിലീഫുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ മഹല്ലിൽ ഒരാള് സഹായത്തിന് അപേക്ഷിച്ചു വന്നു, നാം അപ്പൊ കമ്മിറ്റിക്കാർ പറയുന്ന അടുത്ത വെള്ളിയാഴ്ച വരി, ഞങ്ങളൊരു പിരിവെടുത്ത് തരാം. ഇത് നമ്മളെ സൗജന്യമല്ല, നമ്മളെ നിർബന്ധ ബാധ്യതയാണത്. ഫർദ് കിഫയാണ്. നാട്ടുകാർ മൊത്തത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യേണ്ടുന്ന പ്രവർത്തനമാണ് റിലീഫ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം എന്താണ്? സക്കാത്ത് മാത്രമല്ല, ഇസ്ലാമിൽ നിർബന്ധമായ സാമ്പത്തിക വിനിമയവും സാമ്പത്തിക സഹായവും എന്ന് പറയുന്നത് സക്കാത്ത് മാത്രമല്ല, മറിച്ച് റിലീഫ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അത് മാറ്റി നിർത്താൻ പറ്റില്ല. പലരും ഇതിനെ, ഈ നമ്മുടെ ബാധ്യതയെ സക്കാത്തിൽ മാത്രം ചുരുക്കാണ്. അത് ശരിയായ പ്രവണതയല്ല, അത് തെറ്റിദ്ധാരണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ, അറിയാതെ വന്നൊരു തെറ്റിദ്ധാരണ ഒന്നിരായ ഉസ്താദ് പ്രഭാഷണത്തിൽ അത് നമുക്ക് തിരുത്തി തന്നു. അതായത് റമദാൻ മാസം വരുമ്പോ ഒരു സക്കാത്ത് സെമിനാർ, അപ്പൊ ഒരു തൊലബക്ക് ഒരു സക്കാത്ത് സെമിനാറാണ് SKSF. അതിന് മുമ്പ് എന്റെ റബീഉൽ അവ്വൽ എന്തേ സക്കാത്ത് സെമിനാർ നടത്തായിരുന്നത്? അത് ചോദ്യമാണ്. ഈ റമദാനും സക്കാത്തും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, അപ്പൊ പഴയ കാലത്ത് 27 രാവിന് ആൾക്കാര് മുതലാളിമാരൊക്കെ പൈസ കൊടുക്കും. ആ മുതലാളിമാർ കൊടുത്ത പൈസ സക്കാത്താണ് എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അത് പക്ഷെ അവര് സദഖയായിട്ട് കൊടുത്തതുമാവാം. അപ്പോൾ ആളുകളൊക്കെ ക്യൂ നിന്നിട്ട് വാങ്ങി പോയിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് നമ്മൾ അതിങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ആൾക്കാർ ഈ മുതലാളിന്റെ മുന്നിൽ, മുതലാളിക്ക് അയാളെ നിയ്യത്താണ് നോക്കേണ്ടത്. അയാൾ ആളുകളുടെ ഇടയിൽ പ്രശസ്തിയും പേരും
അങ്ങനെയൊക്കെയാണ് അയാൾ ഉദ്ദേശമെങ്കിൽ അത് അയാളും പഠിച്ചവനും തമ്മിലുള്ള വിഷയമാണ്. പക്ഷേ ആളുകൾ, പാവപ്പെട്ട ആളുകൾ അയാളെ വീട്ടുപടിക്കൽ പോയിട്ട് ചിലപ്പോൾ നാണയത്തുട്ടുകളായിരിക്കും. ഇന്ന് ചില ആളുകൾ അതിനെയൊക്കെ കളിയാക്കും. ഓ, അത് യാചനയാണ്, മറ്റേതാണ്, മറിച്ചതാണ്. ആ മുതലാളിൻ്റെ മനസ്സെന്താന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ആക്ഷേപിക്കാനൊന്നും പറ്റില്ല. ഇന്ന് നമ്മളെ കയ്യിൽ വ്യാപകമായി പണം കുന്നുകൂടിയപ്പോൾ നമുക്ക് അതൊക്കെ ഒരു പരിഹാസമായിട്ട് തോന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രളയം നമ്മളെ നാട്ടിൽ തന്നു എന്ന് വിചാരിക്കുക. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എല്ലാവരും ഉടുതുണിക്കും മറുതുണി ഇല്ലാത്തൊരവസ്ഥ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷമല്ല, എൻ്റെ മുകളിലത്തെ വർഷത്തിൽ ഇതേമായിരിക്കത്തെ ഒരു ശഅബാൻ മാസത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ ഉസ്താദിൻ്റെ സമസ്തയുടെ പ്രസിഡന്റിൻ്റെ കൂടെ ആന്തമാനിലേക്ക് ഒരു പ്രസംഗത്തിന് പോയി. ഏകദേശം 2-3 ദിവസം ഉള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഞാനന്നൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആ വീട്ടിൽ 4 ആൾ, ഒരു ഉമ്മയും ബാപ്പയും 2 ആൺമക്കളും ഉള്ളത്. പോരാ നേരത്തെ അവരവരുടെ കഥ പറഞ്ഞു. ആന്തമാന്റെ തെക്കുഭാഗത്തുള്ള നിക്കോബാർ ദ്വീപിൽ അവർ ഗവൺമെന്റ് ജോലിക്കാരായിരുന്നു. അപ്പോഴാണ് മറ്റെന്താണ് ആ സംഭവം ഉണ്ടായത്? സുനാമി ഉണ്ടായത്. 4 ആളുകളും മഹാസുനാമിയിൽ 4 ദിക്കിലേക്ക് ഒഴുകിപ്പോയി. ഉമ്മയും ബാപ്പയും മകനും 2 മകനും ഒഴുകിപ്പോയി. 4 ആളും 4 ഭാഗത്തേക്ക് ഒഴുകിപ്പോയി. പക്ഷെ അല്ലാഹു തആല ജീവൻ എടുത്തില്ല. അല്ലാഹു തആല ജീവൻ നിലനിർത്തി. പക്ഷെ അവർക്ക് ഉടുതുണിക്ക് മറുതുണി ഉണ്ടായില്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, വലിയ ഉയർന്ന ശമ്പളക്കാരാണ്. ഒറ്റ നിമിഷം കൊണ്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ അവരെന്നോട് പറഞ്ഞാണ്, ചാക്കിൽ പൊതിഞ്ഞുകൊണ്ടാണ് അന്ന് ഗവൺമെന്റ് ഞങ്ങളെ വിമാനത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ചാക്കിൽ പൊതിഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു സ്ഥിതി നമുക്കുണ്ടായാൽ, പഴയ കാലത്തുള്ള വർദ്ധിയുടെ ഒരു സ്ഥിതി നമുക്കുണ്ടായാൽ നമ്മളും യാചിക്കാൻ പോകും. നമ്മളും പോകും 25,000 മുതലാളിയുടെ വീട്ടിക്ക്. പക്ഷെ ഇപ്പൊ നമ്മളത് വീക്ഷിക്കുമ്പോ അത് യാചനയാണ്, മറ്റേന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ സക്കാത്ത് നമ്മൾ പാവങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ഒരു പാവപ്പെട്ടവൻ നമ്മളോട് ചോദിക്കാണ്, എനിക്കുള്ള സക്കാത്ത് കൊണ്ടാ എന്ന് പറഞ്ഞാൽ അത് യാചനയായിട്ടല്ല ഇസ്ലാം വിലയിരുത്തുന്നത്. കാരണം ഒരാൾക്ക് 5 ഒട്ടകം ഉണ്ടെങ്കിൽ ഒരു ആട്, അല്ലെങ്കിൽ 25 ഒട്ടകം ഉണ്ടെങ്കിൽ ഒരു ഒട്ടകം, അല്ലെങ്കിൽ 1,00,000 രൂപയുണ്ടെങ്കിൽ 2,500 രൂപ എന്ന് പറയുന്നത്, ഇപ്പൊ എനിക്കാണ് 1,00,000 രൂപ ഒരു കൊല്ലം പൂർത്തിയായതെങ്കിൽ ഇന്നാണ് പൂർത്തിയാകുക. ഇനി റമദാൻ വരെ കാത്തിക്കേണ്ടതില്ല. ഇന്നാണ് പൂർത്തിയായി, പണം എൻ്റെ കൈവശമുണ്ട്, വാങ്ങാൻ ആളും ഇവിടെ നാട്ടിലുണ്ട്. എന്നാ അപ്പ തന്നെ പിന്നെ റമദാൻ മാസത്തേക്ക് പിന്തിക്കാൻ പാടില്ല എന്നല്ലേ? അപ്പ തന്നെ സക്കാത്ത് കൊടുത്തു വീട്ടണം എന്നാണ്. അപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ്, കുറച്ച് ഇവിടെ ഈ നാട്ടിൽ ഫക്കീറന്മാർ മാത്രമേ ഉള്ളൂ, മറ്റുള്ള വിഭാഗക്കാരൊന്നുമില്ല. അവന് 3 ആൾക്കാർ വന്നിട്ട് പറയാണ്, ഞങ്ങൾ 2,500 രൂപ തരും. അത് യാചനയാണോ അതോ ഈ മുതലാളിയാകുന്ന എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണോ? എങ്ങനെയാണ് ഒരു വിശ്വാസി അതിനെ കാണേണ്ടത്? ഈമാനുള്ള മുഅ്മിൻ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? അതിനെ കാണേണ്ടത് യാചനയല്ല. 1,00,000 ഒരു കൊല്ലം പൂർത്തിയായപ്പോൾ 2,500 രൂപ സക്കാത്ത് കൊടുക്കൽ ഫർള് ഐനായി അള്ളാഹു എന്റെ മേൽ വലിയ ഒരു ഭാരം ഇട്ട് തന്നിരിക്കുകയാണ്. ആ 2,500 രൂപ ഇന്റതല്ല, 97,500 രൂപ മാത്രമാണ് എനിക്ക് ഇപ്പൊ എന്റേതുള്ളൂ. ബാക്കി 2,500 രൂപ എന്റേതല്ലാതെയായി. അതല്ലേ ഫത്തുൽ മീനിൽ പറഞ്ഞത്? തഅല്ലുഖു ശിർക്കത്ത. ആ 1,00,000 രൂപയിൽ 2,500 രൂപയുടെ അവകാശി, അതിന്റെ ഉടമസ്ഥർ വേറെയാണ്. ഞാനാണെങ്കിലോ വെറും 97,500 രൂപയുടെ ഉടമസ്ഥൻ മാത്രമാണ്. ഉടമസ്ഥൻ തന്റെ 2,500 രൂപ ചോദിച്ച് വന്നാൽ ഒരു കൂട്ടുസ്വത്തിൽ നിന്ന് തന്റെ ഓഹരി വാങ്ങാൻ വേണ്ടി തന്റെ പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ അതിനെ യാചന എന്നാണോ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സക്കാത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് നല്ലത്. ഇനിയിപ്പോ ഒരാൾ വന്ന് ചോദിച്ച് വാങ്ങിക്കൊണ്ടുപോയാൽ അതിനെ നമ്മൾ അങ്ങനെയല്ല, നമ്മളെ മനസ്സാണ് നന്നാക്കേണ്ടത്. അപ്പൊ എന്നോട് യാചിച്ചു വന്നു, അപ്പൊ എനിക്ക് ഒരു വിധേയത്വം ഉണ്ടായി, ഞാൻ ഇപ്പൊ ഒരു കാര്യപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു മനസ്സിൽ സക്കാത്ത് കൊടുക്കുന്നവന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ സംഗതി സക്കാത്ത് കൊടുത്തു, അത് വീടി. പക്ഷെ അള്ളാന്റെ അടുക്കൽ കൂലി ഉണ്ടാവില്ല. കാരണം അവന്റെ ലക്ഷ്യം മാറി. അപ്പോ സക്കാത്ത്
വന്നു ചോദിക്കുക എന്ന് പറയുന്നത് അതിനെ യാചന എന്ന പേരിൽ ചില ആളുകളൊക്കെ ഇന്ന്, പഴയ കാലത്തൊക്കെ ഫിത്ർ സക്കാത്തൊക്കെ നമ്മളെ വീട്ടിൽ വന്ന് വാങ്ങിക്കൊണ്ടുവരും. അപ്പൊ വന്ന് വാങ്ങിക്കൊണ്ടായ യാചനയാണ് എന്നുള്ള അങ്ങനെ വ്യാപകമായി പൊതുജനങ്ങൾക്കിടയിൽ ഒരു പ്രചാരണം ഉണ്ടാക്കിയിരിക്കുക. ഇതൊക്കെ ഇന്ന് ഈ ആധുനിക കാലത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. വേറെയും ഒരുപാട് ചില തെറ്റിദ്ധാരണകൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. സക്കാത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. സക്കാത്തിന്റെ വിതരണത്തിൽ നിയ്യത്ത് നിർബന്ധമാണ്. അതിന്റെ രൂപങ്ങളൊക്കെ ഇവിടെ പറയുകയുണ്ടായി. ഈ സക്കാത്തിന്റെ വിതരണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സക്കാത്തിന്റെ വിതരണം നിർവഹിക്കേണ്ടത്? അഥവാ ഈ മുതലിന്റെ ഉടമയിൽ നിന്ന് അവകാശിയിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള പ്രക്രിയ, അതാണ് വിതരണം എന്ന് പറയുന്നത്. അതിന്റെ നിർവഹണം എങ്ങനെ? അതിന്റെ നിർവഹണം അടിസ്ഥാനപരമായിട്ട് അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അഥവാ ഇമാമിന്റെ ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. ഭരണാധികാരി നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ മതവിഭാഗങ്ങളുടെ മതകീയമായ ആചാരങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടന പറയുന്നില്ല. അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് സക്കാത്ത് പിരിക്കൂല. സൗദിയിലൊക്കെ ഉണ്ടാവും. അപ്പോ അതാണ് ഖുർആൻ പറഞ്ഞല്ലോ, ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ ധനങ്ങളിൽ നിന്ന് അങ്ങ് സക്കാത്ത് പിടിച്ചെടുക്കുക. ഖുദ്, ആ ഇമാമിനോടാണ് ആ കൽപ്പന. ഇമാമിനോടാണ് ആ കൽപ്പന. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇമാം ഇല്ലാത്തത് കൊണ്ട് ഇമാമ് മുഖാന്തിരം നടത്തേണ്ടുന്ന, ഇമാമിന്റെ പ്രത്യേകത എന്താണ്? ഇമാം എന്ന് പറയുന്നത് നായിബുൽ മുസ്തഹിഖീൻ എന്നാണ് ഇമാമിന്റെ പ്രത്യേകത. അവകാശികളുടെ പ്രതിനിധിയാണ് ഇമാം. അപ്പൊ ഇമാമിന്റെ കൈവശം സക്കാത്ത് കൊടുക്കലോടുകൂടി നമ്മുടെ ഉത്തരവാദിത്തം തീർന്നു. ഇനി അയാൾ കൊടുത്താലും വേണ്ടില്ല, കൊടുത്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, അവകാശികളിലേക്ക് അത് എത്തിയത് പോലെയാണ്. അയാൾ അത് തിരിമറി നടത്തി, അല്ലെങ്കിൽ അയാളത് അഴിമതി നടത്തി, സ്വജനപക്ഷപാതിത്വം കാണിച്ചു, ബന്ധുക്കളെയൊക്കെ അതിന്റെ പേരിലാണ് നിയമിച്ചു എന്നൊക്കെ വിചാരിക്കുക. ആയിക്കോട്ടെ, നമ്മളെ സക്കാത്ത് വീടി. അതിന് നമ്മളെ നാട്ടിൽ അങ്ങനത്തെ സംവിധാനമില്ല, ഇമാമില്ല, ഇമാമിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഈ മുതലിന്റെ ഉടമ തന്നെ സക്കാത്ത് വിതരണം ചെയ്യുക. മുതലിന്റെ ഉടമ സക്കാത്ത് വിതരണം ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഉടമ തന്നെത്താൻ സക്കാത്ത് വിതരണം ചെയ്യുക, അതാണ് ബിനഫ്സിഹി, തന്നെത്താൻ. ഔ ബി വക്കീലിഹി, അല്ലെങ്കിൽ താൻ ചുമതലപ്പെടുത്തിയ വക്കീൽ. എന്താണ് വക്കീലിന്? വക്കീൽ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിനി ആയിട്ടാണ്. ഒരാളെ കേസ് വാദിക്കാൻ വേണ്ടി, ഇപ്പൊ എന്റെ കേസ് വാദിക്കാൻ വേണ്ടി ഞാൻ കോടതിയിൽ ഒരു വക്കീലിനെ നിയമിച്ചു എന്ന് വിചാരിക്കാം. പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു. അതിന്റെ അർത്ഥം എന്താണ്? ആ വക്കീലിനെ ഞാനാണ് നിയമിക്കുന്നത്. ശ്രദ്ധിക്കണം, വക്കീലിനെ ഞാനാണ് നിയമിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ എപ്പോഴും അയാളെ പിരിച്ചുവിടാം. അയാൾ പെർഫോമൻസ് ഞാൻ പ്രതീക്ഷ മാതിരി അല്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അയാളെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ട് വേറെ വക്കീലിനെ നിയമിക്കാം. എനിക്ക് തന്നെ സ്വയം കഴിവുണ്ടെങ്കിൽ, നിയമം അറിയുമെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ വാദിക്കാം. അത്രേ ഉള്ളൂ വക്കീൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ വക്കീലിനെ നിയമിക്കുന്നവൻ ഇവനാണ്, പിരിച്ചുവിടാനും ഇവനാണ് അവകാശം. അപ്പോ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ബാധ്യസ്ഥനാൽ നിയമിക്കപ്പെടുന്നവനും അവനാൽ തന്നെ പിരിച്ചുവിടപ്പെടുന്നവനുമായ ഒരു സ്റ്റെപ്പിനി മാത്രമാണ് വക്കീൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുമ്പോ, നമ്മളൊക്കെ നാട്ടിൽ റമദാനിൽ ഒരു അവസാനത്തെ 10 കഴിഞ്ഞാൽ വീട് വീടാന്തരം കറങ്ങി നടക്കുന്ന ചില കമ്മിറ്റിക്കാരുണ്ട്. ഈ കമ്മിറ്റിക്കാർ ഏതിലാണ് ഉൾപ്പെടുക? ഏതിലാണ് ഉൾപ്പെടുക? അത് ഏത് കമ്മിറ്റി ആയിക്കോട്ടെ, മഹല്ല് കമ്മിറ്റി ആവാം, അതല്ലെങ്കിൽ മദ്രസ കമ്മിറ്റി ആവാം, സംഘടനകളാവാം. നേരത്തെ പറഞ്ഞതുപോലെ SKSF ആവാം, SKSF ത്വലബ വിങ് ആവാം, വിഖായ ആവാം, ഇസ്തിഖാമയാവാം, ISM ആവാം, ജമാഅത്ത് ഇസ്ലാമി ആവാം, SIO ആവാം, ഏതായിക്കോട്ടെ. ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സക്കാത്ത് ബാധ്യതപ്പെട്ട ഉടമസ്ഥരായ ആളുകളാണോ കമ്മിറ്റിയെ നിയമിക്കുന്നത്? അല്ലാതെ വേറൊരു ജനറൽ ബോഡിയാൽ നിയമിക്കപ്പെടുകയും വേറൊരു ജനറൽ ബോഡിയാൽ പിരിച്ചുവിടപ്പെടുകയും ചെയ്യുന്ന ഏതാനും ആളുകളുടെ സമിതിയല്ലേ കമ്മിറ്റി എന്ന് പറയുന്നത്? ഒരു മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആ മഹല്ലിൽ ആ കൊല്ലം സക്കാത്ത് നിർബന്ധമായ ആളുകൾ നിയമിച്ചവരാണോ? അല്ല. അവരാണോ ആ കമ്മിറ്റിയെ പിരിച്ചുവിടുന്നത്? അല്ല. പിന്നെ എങ്ങനെയാണ് അവർ വക്കീൽ എന്ന് പറഞ്ഞ ആ നിലയിൽ അവർ വരിക? വരില്ല.
ഇനി അവർ സർക്കാരാണോ? എന്നോട് ഇതുപോലത്തെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സക്കാത്ത് സെമിനാറിൽ എന്താ അവർക്ക് ഗവൺമെന്റിന്റെ ചുമതല നിർവഹിച്ചൂടെ എന്ന് ചോദിച്ചു. ഗവൺമെന്റിന്റെ ചുമതല ഈ കമ്മിറ്റിക്കാർ നിർവഹിച്ചതാണ്. ഗവൺമെന്റിന്റെ ചുമതലയാണ് അടിസ്ഥാനപരമായിട്ട് സക്കാത്ത് പിരിക്കുക, വിതരണം ചെയ്യുക എന്നുള്ളത്. അതെന്നെ പരസ്യമായ ധനങ്ങളിൽ. സ്വകാര്യ ധനത്തിൽ ഗവൺമെന്റിന് യാതൊരു അവകാശവും. പണം അത് സ്വകാര്യ ധനമാണ്. അതേസമയത്ത് ഒട്ടകം അത് പരസ്യധനമാണ്, എല്ലാവരും കാണുന്നതാണ്. പണം എൻ്റെ കേസിൽ ഇപ്പോൾ പണം ഉണ്ട്, എത്ര നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയില്ല. അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് സ്വകാര്യ ധനമാണ്. സ്വകാര്യ ധനത്തിൽ ഇടപെടാൻ ഗവൺമെന്റിനും അവകാശമില്ല എന്നാണ്. അപ്പൊ ഗവൺമെന്റിന്റെ സ്ഥാനത്താണ് ഈ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞൂടെ എന്ന് എന്നോട് ഒരാൾ ചോദിച്ചു. ഞാൻ അപ്പം അയാൾ പറഞ്ഞു, ഈ വാദം നിങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലീസ് വിളിച്ചോണ്ടോ എന്ന് പറഞ്ഞു. കാരണം ഇവിടെ വ്യക്തികൾക്ക് വ്യക്തികൾക്കോ ആൾക്കൂട്ടങ്ങൾക്കോ കമ്മിറ്റിക്കാർക്കോ ഗവൺമെന്റിന്റെ പവർ, സാമ്പത്തികമായ പവർ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ വെറുതാണ് ഞങ്ങൾ ഗവൺമെന്റിന്റെ അത്ര പവറുള്ള ആൾക്കാരാന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിലോ പോലീസ് പിടിച്ചുകൊണ്ടുപോകും എന്ന് ഞാൻ അവരോട് മറുപടി പറയുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിക്കാരായിട്ട് വന്ന് നടക്കുന്ന ആളുകൾ അവർ ഗവൺമെന്റിന്റെ പവറും അവർക്കില്ല, അവർ വക്കീലും അല്ല. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു വിദഈ പ്രസ്ഥാനക്കാർ ചെയ്യുന്നത് എന്നല്ല പറയുന്നത്. മഹല്ല് കമ്മിറ്റി ആവട്ടെ, മദ്രസ കമ്മിറ്റി ആവട്ടെ, സുന്നികളാവട്ടെ, SKSF ആവട്ടെ, കമ്മിറ്റിക്കാരി എന്ന് പറഞ്ഞിട്ട് ഒരു സമിതി വന്നിട്ട് സക്കാത്ത് ഞങ്ങളത് നടത്തിക്കോളാം എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. സക്കാത്ത് വീടൂല. അവർക്ക് റിലീഫ് കൊടുത്തോളൂ, സഹായധനം കൊടുത്തോളൂ, ദുരിതാശ്വാസ ഫണ്ട് എന്ന നിലക്ക് അവർക്ക് കൊടുത്തോളൂ. പക്ഷേ സക്കാത്തിന്റെ വിഹിതം അവർക്ക് കൊടുത്താൽ വീടൂല. വളരെ ഗൗരവമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അവസാനിപ്പിക്കുകയാണ്. വേറെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മളെ നാട്ടിൽ പരത്തിയിട്ടുണ്ട്. ഇപ്പം നാള് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ പോരുന്ന സമയത്ത് ഒരു വിദഈ കക്ഷികളെ പള്ളിക്ക് സക്കാത്തിന്റെ കണക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ പറയും മാസ ശമ്പളത്തിന് ഇത്രയാണ്. എങ്ങനെ ഈ ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ, മാസം ശമ്പളത്തിന് എങ്ങനെ സക്കാത്തുണ്ടോ? അപ്പൊ ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? എവിടുന്ന് കിട്ടിയ മസലകളാണ് ഇതൊക്കെ? പക്ഷേ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ തെറ്റിദ്ധാരണ വളർത്തുന്നത്? ഈ തെറ്റിദ്ധാരണ വളർത്തിക്കൊണ്ട് ആളുകളിൽ നിന്ന് ഇവർ ഈ കമ്മിറ്റിക്കാരായിട്ട് ഫീസബീലിന്റെ ആൾക്കാരാണ് ഞങ്ങളെന്നും പറഞ്ഞിട്ട് ജനങ്ങളുടെ ഫണ്ട് സക്കാത്തിന്റെ പേരിൽ അത് വരവ് വരുത്താനും അങ്ങനെ തങ്ങളുടെ സംഘടനയെ വലുതാക്കുവാനും വീർപ്പിക്കുവാനും വേണ്ടി സക്കാത്തിനെ ദുരുപയോഗം ചെയ്യുകയാണ്. ഈ തെറ്റിദ്ധാരണ സാർവത്രികമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരി ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഇത് പ്രബോധനം വാരികയാണ്. 2008 ജൂൺ 21 ഇറങ്ങിയ പ്രബോധനം വാരിക. ആ വാരിക കമ്മിറ്റി സക്കാത്ത് പിരിച്ചെടുത്തിട്ട് അത് വിതരണത്തിന്റെ രൂപം കാണിച്ചു തരുന്നത് എങ്ങനെയാണ് നോക്കൂ. ഇതിൽ പറയാണ്, ക്ഷാമവും ദാരിദ്ര്യവും രൂക്ഷമായപ്പോൾ സക്കാത്ത് വ്യവസ്ഥ പരിഹാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളുകളിൽ നിന്ന് സക്കാത്ത് സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതിനെ കുറിച്ച് പറയണം. തടപ്പറമ്പ് സലാമത്ത് നഗറിലെ സൗജന്യ പാർപ്പിട പദ്ധതി. സക്കാത്തുമായിട്ട് സൗജന്യ പാർപ്പിട പദ്ധതി. സക്കാത്ത് സൗജന്യമാണോ? സക്കാത്തിന്റെ ഫണ്ട് വാങ്ങിയാൽ ആ ഫണ്ടാണ്, പണമാണെങ്കിൽ പണമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അല്ലാതെ വീട് വെച്ച് കൊടുക്കല്ല വേണ്ടത്. വീട് വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് കച്ചവടത്തിന്റെ സാമഗ്രി കൊടുക്കാനും അതുപോലെ തന്നെ തൊഴിലറിയുന്നവർക്ക് തൊഴിലുപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാനൊക്കെ ഉള്ള അധികാരം ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ. വ്യക്തികൾക്ക് അധികാരമില്ല. ഉണ്ട് എന്ന് വന്നാൽ തന്നെയും ഇവിടെ പറയുന്നത് സൗജന്യ പാർപ്പിട പദ്ധതി. സക്കാത്ത് കൊണ്ട് സൗജന്യം, അങ്ങനെ പരിപാടി ഉണ്ടോ? നിർബന്ധ പാർപ്പിട പദ്ധതി എന്ന് പറയുകയാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് അതിലൊരു ബുദ്ധി ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്? എന്റെ ഔദാര്യത്തിലാണ് ഞാൻ കൊടുത്ത സക്കാത്ത് കൊണ്ട് അവൻ ജീവിക്കുന്നത്. എന്റെ ഔദാര്യം, ഞാൻ സൗജന്യമായി കൊടുത്ത സക്കാത്ത് കൊണ്ടുണ്ടാക്കിയ ആ പെരയിലല്ലേ അവൻ ജീവിക്കുന്നത് എന്നുള്ള ആ മുതലാളിത്തത്തിന്റെ ചിന്താഗതിയിലേക്ക് നമ്മുടെ സക്കാത്തിനെ കൊണ്ടുപോയി. എന്തുമാത്രം തെറ്റായ പ്രവണതയാണിത്. പിന്നെ പറയാണ്, വൃദ്ധരെ സംരക്ഷിക്കുന്ന സ്നേഹാലയം. സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കുക.
ഇത് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ പ്രബോധനത്തിലാണ് ഈ പറയുന്നത്. വൃദ്ധസദനങ്ങളാണോ സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ടത്? വൃദ്ധസദനങ്ങൾ അവനവന്റെ വീട്ടിൽ പരിരക്ഷയോടുകൂടി സംരക്ഷിക്കപ്പെടേണ്ടുന്ന നമ്മുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കളെ മക്കളുടെ പരിലാളന ഏൽക്കാത്ത വിധം വൃദ്ധസദനങ്ങളിലേക്ക് എത്തിക്കുവാൻ വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കുക സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി. എന്തുമാത്രം ഗൗരവപ്പെട്ടതാണിത് നോക്കൂ. പിന്നെ പറയുന്നത് എന്താണ്? ക്യാൻസർ കെയർ സൊസൈറ്റി. സക്കാത്തിന്റെ അവകാശികളിൽ രോഗികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടോ? 8 കൂട്ടരെ ഇവിടെ വിശദമായി പറഞ്ഞല്ലോ. അതിൽ വൽ മർള, പേഷ്യൻസ്, രോഗികൾ, അങ്ങനെ വിഭാഗം ഉണ്ടോ? പിന്നെ പറയുന്നത് ജില്ലാ ആശുപത്രിയിലെ സൗജന്യ കഞ്ഞി വിതരണം സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട്. അപ്പൊ അതിൽ ആരൊക്കെയാണ് അതിന് കുടിച്ചു പോകുക? ഈ രൂപത്തിൽ സക്കാത്തിനെ അട്ടിമറിച്ചിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ടാണ് SKSFന്റെ തൊലബയുടെ ആഭിമുഖ്യത്തിൽ ഈ സക്കാത്ത് സെമിനാർ ഇങ്ങനെയുള്ള ധാരാളം തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത്. നമ്മുടെ പെണ്ണുങ്ങളുടെ ആഭരണത്തിലുള്ള സക്കാത്തൊക്കെ വ്യാപകമായി ദുഷ്പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു. പെണ്ണുങ്ങളുടെ ആഭരണത്തിൽ സക്കാത്തുണ്ട് എന്നൊക്കെ ഉള്ളത്. ഷാഫി മതപ്രകാരം സക്കാത്തില്ല. അതുപോലെ തന്നെ അമുസ്ലിമീങ്ങൾക്കും സക്കാത്താവാം എന്ന് പറയുന്നത് അതിന്റെ ന്യായങ്ങൾ വെച്ചുകൊണ്ട് കാര്യകാരണ സഹിതം എന്തുകൊണ്ടാണ് ഇസ്ലാം അമുസ്ലിമീങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല, കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്നും അതിന് ഇസ്ലാം നൽകിയ പരിഹാരം എന്താണ് എന്നും. ഇസ്ലാം നൽകിയ പരിഹാരം എന്താണ്? സക്കാത്ത് മുസ്ലിമീങ്ങൾക്ക് കൊടുക്കണ്ട. നിന്റെ സമ്പത്തിന്റെ 2.5% അവകാശികളിൽ അവർ പെടുന്നില്ല. പക്ഷേ നിന്റെ സമ്പത്തിന്റെ 97.5% അവകാശികളിൽ സ്വന്തം അയൽവാസിയായ അമുസ്ലിമും ഉൾപ്പെടുന്നുണ്ട്. അതാണ് ഇസ്ലാം പറയുന്നത്. ഞാൻ പറഞ്ഞ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, കാരണം റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു സംഗതിയാണ്. നിന്റെ സമ്പത്തിന്റെ 2.5% അവകാശികളായിട്ട് അമുസ്ലിമീങ്ങൾ വരുന്നില്ല. പക്ഷേ നിന്റെ സമ്പത്തിന്റെ 97.5% അവകാശികളായിട്ട് അമുസ്ലിമീങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ വ്യത്യാസം മനസ്സിലായി? ഇസ്ലാം മുസ്ലിമീങ്ങൾ അവഗണിക്കല്ല ചെയ്യുന്നത്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിലീഫ്, ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ മുസ്ലിം അമുസ്ലിം വിവേചനം ഇസ്ലാമിൽ ഇല്ല. മുസ്ലിമീങ്ങളോട് സഹകരിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അമുസ്ലിം സഹോദരങ്ങൾ, ഹിന്ദുക്കൾ, ക്രൈസ്തവർ പോലുള്ള ആളുകൾക്കൊരു പ്രളയമുണ്ടായി. എന്നാൽ നിന്റെ സമ്പത്തിന്റെ 97.5% നിന്ന് ആ പ്രളയത്തിൽ അകപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നടക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള ബാധ്യത മുസ്ലിമിനുണ്ട്. ആ സഹായത്തിന്റെ അവകാശികളിൽ അമുസ്ലിമുണ്ട്. കണ്ടോ, ഇസ്ലാമിന്റെ മാനവികത എത്ര സുന്ദരമാണ്. പക്ഷെ അതൊക്കെ സക്കാത്തിലേക്ക് കൂട്ടിക്കുഴക്കുന്ന ഈ ഏർപ്പാട്, അതാണ് ഈ പ്രബോധനത്തിൽ നമ്മൾ കണ്ടത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തെറ്റിദ്ധാരണകൾ, സക്കാത്തിന്റെ പേരിൽ ഒരുപാട് തെറ്റായ വിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും നാട്ടിൽ സാധാരണക്കാർക്കിടയിൽ വളരെ സജീവമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തിൽ യഥാർത്ഥ സക്കാത്ത് എന്ത്, എങ്ങനെ എന്നുള്ള കാര്യത്തെ സമൂഹത്തിൽ ബോധീകരിക്കുവാനുള്ള ഈ സെമിനാർ അള്ളാഹു ഇതിനെ വിജയിപ്പിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഒന്നുകൂടി പറയാം. ഞാനൊരു കാര്യം വിട്ടുപോയത്. ഈ കമ്മിറ്റി സക്കാത്ത് എന്ന് പറയുന്ന, നമ്മൾ ഓൺലൈനിൽ ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ. കമ്മിറ്റി സക്കാത്ത് നമ്മൾ എതിർക്കുമ്പോൾ തന്നെ സംഘടിത സക്കാത്ത് എന്ന് പറഞ്ഞൊരു സക്കാത്ത് ഉണ്ട്. ഒരു വീട്ടില് ഉമ്മയും ബാപ്പയും പ്രായപൂർത്തിയായ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു 5 മക്കളും ഉണ്ട്. അവരുടെയൊക്കെ ഫിത്ർ സക്കാത്ത് ഒരു 10-50 സോ ഉണ്ടാവും എന്ന് വിചാരിക്കുക. അതൊക്കെ പാടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആണ് കൊടുക്കുക. അതിനാണ് സംഘടിത സക്കാത്ത് എന്ന് പറയുന്നത്. എന്നതുപോലെ ഒരു നാട്ടിൽ 25 മുതലിന്റെ ഉടമസ്ഥരുണ്ട്. സ്വർണ്ണവെള്ളി, ആടുമാട്, ഒട്ടകം, ധാന്യങ്ങള്, ഈത്തപ്പഴം, മുന്തിരി, കച്ചവടച്ചരക്ക്, ഇങ്ങനെയുള്ള ഈ സക്കാത്തിന്റെ നിർണിതമായ മുതലിന്റെ നിബന്ധനകൾ മേളിച്ച ഉടമസ്ഥർ ആ നാട്ടിൽ ഉണ്ട്. 25 ആളുകളുണ്ട് വിചാരിക്കുക. അപ്പോൾ ഒരു അയൽപ്പക്ക കൂട്ടമുണ്ട്, ഒരു അയൽക്കൂട്ടായ്മ ഉണ്ടാക്കുക. ഈ 25 ആളുകളും ആണ് തീരുമാനിക്കുക. നമ്മളെ എല്ലാവരും കൂടി സക്കാത്ത് എത്ര ആളുണ്ട്? എല്ലാവർക്കും 1,00,000 റുപ്യാണുള്ളത്. ഒരു കൊല്ലം പൂർത്തിയായിട്ടുണ്ട്. 2,500 റുപ്യ. 2,500 റുപ്യാനെ 25 കൊണ്ട് ഗുണിച്ചാൽ 25 ഗുണിക്കണം 25 425 ഉണ്ട്.
25 ഗുണിക്കണം 25 625 25 ഗുണിക്കണം 25 സമം 625 അപ്പൊ 6,25,000 വരിക എന്ന് വിചാരിക്കുന്നു. അത്രയും പണം ഇവരൊക്കെ പാടെ ശേഖരിച്ചിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ആരൊക്കെയാണ് അവകാശികൾ എന്നൊക്കെ ചിന്തിച്ച് കണ്ടെത്തി കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടുന്ന വിധത്തിൽ സഹായങ്ങൾ കൊടുക്കുക. അങ്ങനെയുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കാം. ആ കൂട്ടായ്മക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പണ്ഡിതന്മാർക്ക് പറഞ്ഞു കൊടുക്കാം. അതിന്റെ ലളിതമായ ഫോർമുലകൾ എന്തൊക്കെയെന്ന് നേരത്തെ ഉസ്താദ് വിശദീകരിച്ച ആ ഒരു ശൈലി ഉണ്ടല്ലോ, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ശൈലി, ആ നിലയ്ക്ക് നമുക്ക് വിശദീകരിച്ചു കൊടുക്കാം. അതല്ലാതെ ഈ ഉടമസ്ഥർ അവരുടെ മുബാശറത്ത് കൊണ്ട് അവർ നേരിട്ട് ഇടപഴകാതെ സർക്കാരാണെന്നും പറയാൻ പറ്റൂല, വക്കീലാണെന്നും പറയാൻ പറ്റാത്ത മറ്റൊരു ജനറൽ ബോഡിയാൽ നിയമിക്കപ്പെട്ട മറ്റൊരു ജനറൽ ബോഡിയാൽ പിരിച്ചപ്പെടുന്ന വേറെ ഏതോ സമിതി കമ്മിറ്റി എന്ന് പറയുന്ന സംവിധാനത്തിന് സക്കാത്ത് കൊടുത്താൽ ആ സക്കാത്ത് വീടുന്നതല്ല. അപ്പൊ ഇസ്ലാം പറയുന്ന സംഘടിത സക്കാത്ത് എന്ന് പറയുന്നത് കമ്മിറ്റി സക്കാത്തല്ല. അങ്ങനെയാണ് എന്ന് വരുത്തുന്ന വിധത്തിലുള്ള സക്കാത്തിന്റെ പേരിൽ ഊരു ചുറ്റുന്ന ആളുകളുടെ കൈവശം സക്കാത്ത് കൊടുത്താൽ ഇസ്ലാമിന്റെ മൂന്നാമത്തെ സ്തംഭമായ സക്കാത്ത് ബാധ്യസ്ഥനിൽ നിന്ന് വീടുന്നതല്ല എന്നുകൂടി പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.